രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക, ആ ഒരു നിലപാടാണ് സംഘപരിവാർ പൊതുവെ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ സ്ഥാപനത്തിൻ്റെയും സ്വതന്ത്രാവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നം ഈ ഘട്ടത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യാൻ നേരത്തെ നിയോഗിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മുടെ രാജ്യത്തെ പരമോന്നതമായൊരു ഭരണഘടനാ പദവിയല്ലേ. ആ പരമോന്നതമായ ഭരണഘടനാ പദവിയിൽ നാം പൊതുവെ പ്രതീക്ഷിക്കുന്ന നിഷ്പക്ഷത, അതിൻ്റെ ഭാഗമായുള്ള കാര്യക്ഷമത, അതോടെ ഉള്ള ഇടപെടൽ വരുമ്പോൾ ആ ഇടപെടൽ പാടില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത് എന്തിനാണ്? തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള കമ്മീഷനാണ് വരേണ്ടത്. കമ്മീഷൻ തങ്ങളുടെ ആജ്ഞാനുവർത്തികളാകണം. ഇതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണത്തിനുള്ള സമിതി തന്നെ ആ തരത്തിലേക്ക് മാറ്റിയത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ ഒരുപാട് ചട്ടലംഘനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ അടക്കം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒന്നിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷത വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ച അനുഭവം രാജ്യത്തിനില്ല. ഇപ്പോൾ പച്ചയായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം കുത്തിയിളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉടനെ ഇടപെടേണ്ട കേസാണിത്. പക്ഷേ ഇടപെടുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ജനസമക്ഷം രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണിത്. കാരണം അത്ര പച്ചയായാണ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർ പരസ്യമായി തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, നിങ്ങളുടെ നിഷ്പക്ഷത തെളിയിക്കേണ്ട ഒരു കാലമാണിത് എന്ന്. എന്നിട്ടും ഇതേവരെ കമാന്നൊരക്ഷരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. സ്വാഭാവികമായും പരമോന്നത കോടതിയുടെ മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്നത് തന്നെയാണ് നാം കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന BJPക്കെതിരെയുള്ള പൊതുവികാരം അത് കൂടുതൽ ശക്തമാവുകയാണ്, പ്രബലമാവുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് BJPക്ക് സംഭവിക്കുകയും ചെയ്യുക.